എല്ലാ ക്രിസ്ത്യാനികളും എടുക്കപ്പെടുകയുമില്ല, എല്ലാ സഭക്കാരും എടുക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. കാരണം ക്രിസ്തുവിൽ ആയി ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ഒരു ദൈവവൈതലിന് മാത്രമേ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതമാണ് ദൈവവൈതലിൻ്റെത്. അന്യോന്യം പോരനായിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. എന്തിനാ? കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ. എന്തൊരു പദവിയാ അല്ലേ? തെസ്സലോനിയർ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. തെസ്സലോനിക്കർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ വാക്യങ്ങൾ വായിക്കും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം കർത്താവിനോട് കൂടെ ഇരിക്കും. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. കരങ്ങൾ നെഞ്ചത്തോട് ചേർത്ത് പറഞ്ഞാട്ടെ, ഇങ്ങനെ ഞാൻ എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഹല്ലേലൂയ. മരണം മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ ജനിച്ചാൽ മരിച്ചേ മതിയാവുകയുള്ളൂ. എന്തിനാണ് നമ്മൾ മരിക്കുന്നത്? അതിൻ്റെ ഉത്തരം കർത്താവിനോടുകൂടെ ഇരിക്കുവാൻ വേണ്ടി. എന്തിനാണ് വേണ്ടി നാം ജീവിക്കുന്നത്? കർത്താവിന് വരവിന് വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടി. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിച്ചിരിക്കുന്ന അനേകരെ നമുക്കിന്ന് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ എത്ര സന്തോഷം ദൈവം തന്നാലും ഒരു ദുഃഖം എവിടെയോ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗങ്ങളിൽ കിടക്കുന്നു. ആ ദുഃഖം നമ്മൾ അറിയാതെ തന്നെ നമ്മെ കാർന്നു തിന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ജനിച്ച ദിവസം മുതൽ നമ്മൾ മരിക്കുന്ന ദിവസം വരെയും നമുക്ക് എത്ര പ്രത്യാശയും എത്ര ജീവിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിലും അറിവാകുമ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒരു സൈഡിൽ കൂടെ വന്നുകൊണ്ടേയിരിക്കും. സമാധാനത്തെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി, ദൈവം തന്ന സന്തോഷത്തെയും സമാധാനത്തെയും എടുത്തു കളയാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടത്തക്ക രൂപത്തിൽ ചില ശത്രുവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അവരുടെ പ്രത്യാശ നശിക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു. നമ്മൾ ക്രിസ്തുവിലാകുന്നു, ക്രിസ്തു നമ്മളിലാകുന്നു. ഞാൻ ക്രിസ്തുവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ മുതൽ ക്രിസ്തു എന്നിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഏക ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മെ നിത്യതയിൽ കർത്താവിനോട് കൂടെ വാസം ചെയ്യുവാൻ തക്കവണ്ണം ആക്കി തീർക്കുക എന്നുള്ളതാണ്. നമ്മെ ഓരോ ദിവസവും പടിപടിയായി ദൈവം
ഓരോ ദിവസവും ഓരോ മിനിറ്റുകളും നമ്മെ കർത്താവിൻ്റെ മക്കളായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കടമയും. നമ്മൾ ക്രിസ്തുവിലാണോ എന്ന് പരിശോധിക്കേണ്ട കടമ നമുക്കുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ മാത്രമേ ക്രിസ്തു നമ്മളിലാകുവാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ആത്മീയമായി ആത്മാവിൽ നിറഞ്ഞവരായി സ്തുതികളാലും സ്തോത്രങ്ങളാലും സങ്കീർത്തനങ്ങളാലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ആയിത്തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് നാം ഉദ്ദേശിക്കുന്നതായിട്ടുള്ള സന്തോഷവും സമാധാനവും പ്രത്യാശയും നഷ്ടപ്പെടാതിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് താൻ വരുന്നതെന്ന് പറയുന്ന ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവ് എവിടെ നിന്ന് ഇറങ്ങി വരുന്നേ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവ് എവിടെയൊക്കെ വരുന്നത്? കർത്താവ് എവിടെയൊക്കെ വരുന്നേ? കർത്താവ് വരുന്നത് മധ്യാകാശത്ത്. ചിലർ പറയും ഭൂമിയിലാണ് വരുന്നത്. ഇല്ല, ആദ്യം കർത്താവ് വരുന്നത് മധ്യാകാശത്ത്. അപ്പം മധ്യാകാശത്തേക്ക് കർത്താവ് തൻ്റെ ദൂതന്മാരുമായി വിശുദ്ധന്മാരുമായി കർത്താവ് മധ്യാകാശത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ എന്തു പറ്റും? ഇവിടെ ഭൂമിയിൽ കാഹളങ്ങൾ ധ്വനിക്കും. ദൂതന്മാർ കാഹളം മുഴക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് ഒരു വലിയ രൂപാന്തരമുള്ള ശരീരം ലഭിക്കും. തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരവുമായി നമ്മൾ എവിടേക്ക് പോകും? ക്രിസ്തുവിനെ എതിരേൽക്കാൻ മധ്യാകാശത്തേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പലരും ട്രിബുലേഷനെ കുറിച്ച് പറയുമ്പോൾ പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ, അതായത് കർത്താവ് മഹോദ്രവത്തിന് കാലത്തിന് മുമ്പ് വരും, അതാണ് പ്രീ ട്രിബുലേഷനിൽ വിശ്വസിക്കുന്നവർ. ചിലർ വിശ്വസിക്കുന്നത് 7 വർഷത്തെ നമ്മുടെ മഹോദ്രവ കാലമുണ്ട്. ആ 3.5 വർഷം കഴിയുമ്പോൾ ഈ മഹോദ്രവ കാലത്തിൻ്റെ മധ്യഭാഗത്ത് മിഡ് ട്രിബുലേഷൻ, ആ സമയത്ത് ക്രിസ്തു വരും. ചിലർ വിശ്വസിക്കുന്നു, പഠിപ്പിക്കുകയും ചെയ്യുന്നത് മഹോദ്രവ കാലം കഴിഞ്ഞിട്ട് കർത്താവ് വരും, പോസ്റ്റ് ട്രിബുലേഷൻ. ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ മഹോദ്രവ കാലത്തിന് മുമ്പ് വരണേ. ഹല്ലേലൂയ. ഈ മഹോദ്രവ കാലം വന്നാൽ നമുക്ക് സഹിച്ചു നിൽക്കാൻ പറ്റുകയില്ല. അതേക്കുറിച്ച് ഞാൻ ഇപ്പോൾ വിവരിക്കുന്നില്ല. വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഏത് ട്രിബുലേഷനിൽ നമ്മൾ വിശ്വസിച്ചാലും കർത്താവ് വരും നിശ്ചയം. കർത്താവ് വരും നിശ്ചയം, അതിന് യാതൊരു സംശയവുമില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വരുവാൻ താമസമെന്ന് പലരും പറയുന്നു, പക്ഷേ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. കർത്താവിന് 1000 സംവത്സരം ഒരു ദിവസം പോലെയാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് എപ്പോൾ വരും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ രാജ്യത്തോടും അങ്ങനെ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെയും കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ കൂടുതൽ ഒരുങ്ങിയിരിക്കണം. കർത്താവ് തർദീസിലുള്ള സഭയെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ തർദീസിലെ സഭയ്ക്ക് എഴുതുവാനായിട്ട് ദൂതനോട് പറഞ്ഞ ഒരു വാക്യം ഇവിടെ കാണുവാനിടയായി. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. തർദീസിലുള്ള സഭയ്ക്ക് എഴുതുകയാണ്. ഇത് നമ്മുടെ സഭയോടുള്ള ചോദ്യമാണ്. കർത്താവ് തൻ്റെ സഭയെ, മണവാട്ടി സഭയെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ കർത്താവ് നോക്കും, ഈ സഭ പൂർണ്ണതയുള്ള സഭയാണോ, അതോ കളങ്കം, ചുളുക്കം, ഈ ലോകത്തിൻ്റെ സർവ അനീതികളും നിറഞ്ഞ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാത്ത ഒരു സഭയെ എടുക്കുവാനാണോ കർത്താവ് വരുന്നത്? വേറൊരു പഠിപ്പീര് പറഞ്ഞു കഴിഞ്ഞാൽ മണവാട്ടി സഭയെ എടുക്കുവാനായിട്ട് കർത്താവ് വരുന്നു. ഈ കർത്താവിൻ്റെ വരവിങ്കിൽ നമ്മൾ ഒരു വിധമായിട്ടുള്ള കളങ്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. വിശുദ്ധയായിരിക്കണം സഭ. സഭയെന്ന് പറയുമ്പോൾ നമ്മളും സഭയാണ്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാകുമ്പോൾ ഈ മന്ദിരമാകുന്ന ഓരോ വ്യക്തികളും കൂടി
ഒന്നിച്ചു കൂടുമ്പോഴാണ് സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ദൈവമക്കൾ എന്നർത്ഥം. ഈ സഭയിലുള്ളവർ, ദൈവസഭയിലുള്ളവർ അല്ലെങ്കിൽ മണവാട്ടി സഭയുടെ അംഗമെന്ന് പറയുന്നവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കും, അവർ സ്നാനപ്പെട്ടവരായിരിക്കും, അവർ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും, അവർ വിശുദ്ധരായിരിക്കും. കർത്താവ് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. കർത്താവ് എപ്രകാരം വിശുദ്ധിയുള്ളവനായിരുന്നോ അതേ വിശുദ്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരു വിശുദ്ധി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് പലവിധമാവുന്ന പരിമിതികളുണ്ട്. ഒരു ദൈവത്തെ പോലെ വിശുദ്ധനായി തീരുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും നമ്മുടെ ജീവപര്യന്തം ശ്രമിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് ചേർക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 22-ന്റെ 11ഉം 12ഉം വാക്യങ്ങൾ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. ഞാൻ വിശുദ്ധനാണെങ്കിൽ എന്നെ തന്നെ വീണ്ടും വിശുദ്ധീകരിക്കണം. എങ്ങനെയാണ് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടക്കുക? ദൈവം തന്റെ കൃപയാൽ എന്നെ വിശുദ്ധീകരിച്ചു. എന്നാൽ വീണ്ടും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, ചിലർ പഠിപ്പിക്കുന്നത് പോലെ കൃപയിൽ നിന്ന് കൃപയിലേക്ക്, നമ്മൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരണം. വിശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക് വീഴുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സഭ ഒന്നടങ്കം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുമ്പോൾ, വിശുദ്ധനായ കർത്താവ് വരുമ്പോൾ വിശുദ്ധിയുള്ളവരെ ചേർക്കുവാനിടയാകും. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം നമ്മുടെ ശരീരം വിശുദ്ധിയുള്ളതാണെങ്കിൽ മാത്രമേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. വിശുദ്ധന്മാർ, കർത്താവ് വിശുദ്ധന്മാരുമായിട്ട് വരുന്നു. കർത്താവ് വിശുദ്ധന്മാരെ ചേർക്കാനായി വരുന്നു. വിശുദ്ധനായ ക്രിസ്തുവിൻ്റെ കൂടെ വാഴണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിത വിശുദ്ധി ആവശ്യമാണ്, ആത്മവിശുദ്ധി ആവശ്യമാണ്. നമ്മൾ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറമാണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവുകയില്ല. എന്നാൽ കർത്താവിൻ്റെ വചനങ്ങൾ നാം ഓരോ ദിവസവും പഠിച്ച് അതൊന്ന് നോക്കുമ്പോൾ, അതിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. കർത്താവ് തൻ്റെ വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കും, കിരീടങ്ങൾ കൊടുക്കും. എന്നാൽ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാത്തവർക്ക് ശിക്ഷാവിധി ദാനമായി ലഭിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചു വരും. അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചു വരും, അവനെ കാണും. ഇത് യഹൂദന്മാരെ ഉദ്ദേശിച്ചുള്ള വാക്യമാണ്. നമ്മൾ ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ദൈവത്തെ കാണും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, ചിലർ സ്വർഗരാജ്യം കാണും, ചിലർ സ്വർഗരാജ്യത്തിൽ കടക്കും. എല്ലാവർക്കും സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ വചനമനുസരിച്ച് 100% വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്താകാൻ കഴിയുകയുള്ളൂ? ഈ നിത്യതയിൽ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഒരു പൊത്തുവരുത്ത ജീവിതം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 50%, 90% വിശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ നമ്മുടെ ജീവിതം ഒരിക്കലും ദൈവഹിത പ്രകാരമുള്ളതല്ല. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ, ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 10-11, അവൻ പോകുമ്പോൾ അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാരുടെ അവിടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. കർത്താവ് ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടതുപോലെ തന്നെ യേശു ക്രിസ്തു വീണ്ടും മേഘങ്ങളിൽ വരും.
അത് ശിഷ്യന്മാർ പറഞ്ഞത് കൂടാതെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ ഇപ്രകാരം യോഹന്നാൻ 14:2-3 എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്തിനാ? കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ. എന്തൊരു പദവിയല്ലേ! നമ്മളെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നേ? ലൈഫ് ഫെലോഷിപ്പിൽ അല്ലേ? അല്ല, നമ്മളെ ആത്മീയമായ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. അവിടെയാണ് ആത്മീയമായിട്ടുള്ള നമ്മുടെ എല്ലാം സംഭവിക്കുന്നത്. സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുകയാണ്. നമ്മളെ ശിഷ്യന്മാരാക്കി തീർത്തിരിക്കുകയാണ്. നമ്മൾ ഇരിക്കുന്നത് ഈ ഭൂമിയിലാണെങ്കിലും ഭൗമതലത്തിലാണെങ്കിലും അതിനപ്പുറം ഒരു ആത്മതലമുണ്ട്. നമ്മൾ ഈ ഭൗമതലത്തിൽ നിന്ന് ആത്മതലത്തിലേക്ക് പ്രവേശിച്ച് അവിടെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെയാണ് വിടുതലുകൾ നടക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിലിരുന്ന് ഈ ലോകപ്രകാരമുള്ള എന്ത് ആരാധന കഴിച്ചാലും, ഈ ലോകപരമായിട്ടുള്ള എന്തെല്ലാം നേർച്ചകൾ കഴിച്ചാലും, എന്തെല്ലാം പ്രാർത്ഥനകൾ കഴിച്ചാലും അതിനപ്പുറമായിട്ട് ഒരു ഭൗമതലമുണ്ട്. അതാണ് ആത്മതലം. അവിടെയാണ് യേശു ഉള്ളത്. അവിടെ യേശു മാത്രമല്ല, പിതാവുണ്ട്, പുത്രനുണ്ട്, ആത്മാവുണ്ട്. അപ്പോൾ അതാണ് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നിന്നെ നമ്മളോട് ഒന്നിച്ചു കൂടിയിട്ട് ദൈവത്തെ സ്തുതിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് അങ്ങനെ ഒരു ജീവിതമാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതും. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം പോലെ സൗഭാഗ്യകരമായ വേറൊരു ജീവിതമില്ല എന്ന് പാട്ടുകാരൻ പാടുന്നു. ആ ക്രിസ്തീയ ജീവിതം എല്ലാ ക്രിസ്ത്യാനികളെയും കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. എല്ലാ ക്രിസ്ത്യാനികളും എടുക്കപ്പെടുകയുമില്ല. എല്ലാ സഭക്കാരും എടുക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. കാരണം ക്രിസ്തുവിൽ ആയി ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ഒരു ദൈവവൈതലിന് മാത്രമേ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഏത് സഭ എടുക്കപ്പെടുമെന്ന് ചോദിച്ചാൽ ആ സഭ കർത്താവിൻ്റെ മണവാട്ടി സഭയാണ്. ഈ മണവാട്ടിയാവുന്ന നമ്മളെ എടുക്കപ്പെട്ട് മധ്യാകാശത്ത് ഒരു വിവാഹം ഉണ്ട്. റെവലേഷൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മണവാട്ടി സഭ എടുക്കപ്പെടുന്നതും അവിടെ ഒരു വലിയ വിവാഹം നടക്കുന്നതായിട്ടൊക്കെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയായിരുന്നാലും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവ് എങ്ങനെ വരും? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, 1 തെസ്സലോനിക്കർക്ക് 5:2 കള്ളൻ രാത്രിയിൽ വരുന്ന പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. മതി. കർത്താവ് കള്ളൻ വരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ കള്ളനായിട്ടല്ല വരുന്നത്. കർത്താവ് ആരും അറിയാതെന്നല്ല. അതിൻ്റെ ടൈം ആർക്കും അറിയാൻ സാധിക്കത്തില്ല. സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പിതാവാൻ അല്ലാതെ പുത്രന് പോലും കർത്താവിൻ്റെ ടൈം അറിയാൻ സാധിക്കുകയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ എക്സാക്റ്റ് ടൈം പറയുവാൻ ആർക്കും സാധിക്കത്തില്ല. പക്ഷെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇത് കാണുമ്പോൾ നമ്മൾ കൂടുതൽ ഒരുങ്ങിയിരിക്കണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മാത്യു ചാപ്റ്റർ 25:31, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ കർത്താവ് വരുമ്പോ കർത്താവ് തേജസ്സിൽ വരും. നമ്മളെ തേജസ്സിൽ എടുക്കപ്പെടും. സർവ്വജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. എന്തിനു വേണ്ടി എന്നറിയാമോ? ശിക്ഷാവിധിക്ക് വേണ്ടി. എല്ലാവരും ശിക്ഷ അനുഭവിക്കുകയില്ല, പ്രതിഫലത്തിന് വേണ്ടിയാണ്. ശിക്ഷാവിധിക്ക് വേണ്ടിയല്ല, പ്രതിഫലത്തിന് വേണ്ടി. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതെങ്കിലും തീയതെങ്കിലും തക്കവണ്ണം പ്രാപിക്കും. ഒരു വാക്യം ഇപ്രകാരമുണ്ട്: നിന്റെ വായിൽ നിന്ന് വരുന്ന നിസ്സാര വാക്കിന് പോലും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആ ഒരു വാക്യം കേൾക്കുമ്പോൾ ഒരു ചെറിയ ഞെട്ടൽ എനിക്കുണ്ടാകാറുണ്ട്. നമ്മൾ അറിയാതെ എത്ര വാക്കുകളാണ് നിസ്സാരമായി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തെല്ലാമാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ വേണ്ടി കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ വേണ്ടി എന്തെല്ലാം ഇല്ലാത്ത കഥകളാണ് ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ വേണ്ടി, അതിലൊരു സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ വാക്ക് പോരെ. നമ്മുടെ കുടുംബജീവിതം തകരുവാൻ ഒരു വാക്ക് പോരെ.
ഒരു സഹോദര സ്നേഹം നഷ്ടപ്പെടുവാൻ ഒരു വാക്കുപോലെ, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുവാനും നിസ്സാര വാക്ക് മതി. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം യെസ് എങ്കിൽ യെസ്, നോ എങ്കിൽ നോ എന്നായിരിക്കട്ടെ. ദൈവമക്കൾ അങ്ങനെയാണ്, ദൈവമക്കൾ അങ്ങനെയാണ്. എനിക്കൊരു സഹോദരനെ വളരെ വർഷങ്ങളായിട്ടറിയാം. അദ്ദേഹത്തോട് എന്ത് ചോദിച്ചാലും സ്വത്രം, അച്ഛാ എന്തേലും ഒന്ന് പറയാച്ചാ സ്വത്രം. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് സ്വത്രമല്ലാതെ ഇന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇന്നും അദ്ദേഹം ജീവനോട് ഇരിപ്പുണ്ട്. ഇപ്പോൾ വിളിച്ചാലും അച്ഛാ എങ്ങനെയുണ്ട് സ്വത്രം, കുടുംബമെല്ലാം കൊണ്ട് സ്വത്രം. സ്തോത്രമല്ലാതെ ഒന്നും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. അതുപോലൊരു ജീവിതം എന്നെ കൊണ്ട് പറ്റിയിട്ടുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി എന്ന് പറയുമ്പോൾ ചിലരെയൊക്കെ കണ്ടുപഠിക്കാനുണ്ട്. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണമെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടുപഠിക്കണം. അവിടെയാണ് ദൈവ സ്നേഹം വെളിപ്പെടുന്നത്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നൊരു ജീവിതമാണ് ദൈവോയിതലിൻ്റേത്. അന്യോന്യം പോരിനായിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. സഭ കളങ്കമുള്ളതായിരിക്കല്ലേ, റിങ്കിൾസ്, അതായത് ചുളുക്കമുള്ളതായിരിക്കല്ലേ. എന്താണ് റിങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 10-30 വർഷമായ സഭകൾ ഇരുന്ന് മുരടിച്ചു പോയി. അവിടെ ആത്മീയ പ്രവൃത്തികളില്ല, അവിടെ യാതൊരു വിധമായിട്ടുള്ള ദൈവികമായിട്ടുള്ള യാതൊരു അനുഗ്രഹങ്ങളുമില്ല. മുരടിച്ച അവസ്ഥ. നമ്മൾ റിങ്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായമായി കഴിയുമ്പോൾ മുഖമൊക്കെ ചുളുങ്ങി കൈയുമൊക്കെ ചുരുങ്ങുന്ന ആ ഒരവസ്ഥ ചർച്ചുകൾക്കുണ്ട്. അതുപോലെ തന്നെ ആ ചർച്ചിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന വെളിപ്പെടണം. ഈ ആരാധിച്ചത് കൊണ്ട് മാത്രം പോരാ, അവിടെ ആരാധന ഒരു വെളിപ്പെടലുണ്ട്. ഈ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അതീവ ശക്തി, അതായത് അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവർ കൂടിയിരുന്ന് ആരാധിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ ആത്മാവിൻ്റെ വലിയൊരു പ്രവാഹമുണ്ടായി. അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവിടെ അത്ഭുത കാര്യങ്ങളെ പ്രസ്താവിക്കാൻ തുടങ്ങി. അവരിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായി. ഇതാണ് ഒരു മണവാട്ടി സഭയുടെ പ്രത്യേകത. അവർ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മൊബൈലുകൾ ഉണ്ടാകുകയില്ല, അവിടെ വേറെ ഒന്നും കാണുകയില്ല. അവർ ഏകാഗ്രതയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഒരു ചർച്ചിൽ ആയിരിക്കുമ്പോൾ അവിടെ സന്തോഷവും സമാധാനവും സൗഖ്യവും വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേ മനസ്സോടെ, അവർ ആദ്യ നൂറ്റാണ്ടിൽ കൂടുവന്ന പോലെ അവർ ഒരു മനസ്സോടെ ഒരുമനപ്പെട്ട് അവർ വന്ന് അപ്പം ഞുറുക്കുകയും അവർ ആഹാരം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോകുന്നു കാണുന്നു. നമ്മൾ ഒരു മനസ്സുള്ളവരായി നമ്മൾ ഒരു ചർച്ചിൽ ആയിരിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ഒരു മനസ്സുള്ളവരായി ഒരു ഭവനത്തിൽ ആയിരിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ഒരു മനസ്സുള്ളവരായി കൂട്ടുകാരുടെ അടുത്ത് ജീവിക്കുന്നില്ല എങ്കിൽ ഈ ആത്മീയ ജീവിതത്തിൽ പല തകർച്ചകൾ ഉണ്ടാകും. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിനെ വരുമ്പോൾ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും കൂടെ ഭർത്താവ് കാഹളത്തോട് വരുമ്പോൾ നമ്മൾ കർത്താവ് ആ കാഹളം ധ്വനിക്കണമെന്നുണ്ട്, കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവമക്കൾ മാത്രമേ കേൾക്കുകയുള്ളൂ. എല്ലാവരും കേൾക്കണമെന്നില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. ക്രിസ്തുവിൽ ജീവിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ സാധിക്കത്തുള്ളൂ. ക്രിസ്തുവിൽ ജീവിച്ചവർ ക്രിസ്തുവിൽ മരിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ കർത്താവ് വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. നാളെ അങ്ങനെ പോവുകയില്ല. നാളെ എന്ന് പറഞ്ഞാൽ ശരിയാകുകയില്ല. ഒരിക്കലും അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ നമ്മുടെ ക്രൂശിൽ കള്ളൻ രക്ഷിക്കപ്പെട്ടതുപോലെ ഞാൻ അവസാന നിമിഷം അങ്ങ് രക്ഷിക്കപ്പെട്ടോളാം. അതുവരെ ഞാനൊരു ശകലം അല്പം അടിച്ചു കൊള്ളട്ടെ, അതുവരെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചു കൊള്ളട്ടെ. പക്ഷേ ആ അപ്പച്ചൻ മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? നിമിഷ നേരം കൊണ്ട് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം ആ അപ്പച്ചനോട് ഞാൻ നേരത്തെ സുവിശേഷം പറഞ്ഞതാ, അപ്പച്ച ഇതൊക്കെ ഒന്ന് നിർത്ത്, ഈ കള്ളുകുടി ശരിക്ക് പെഗടിക്കുന്ന സ്വഭാവം നിർത്ത്, ആ ചെറിയ കള്ളം പറയുന്നതൊക്കെ നിർത്ത്, മറ്റുള്ളവരെ ചെറുതായിട്ട് ഉപദ്രവിക്കുന്നതൊക്കെ നിർത്ത്, യേശുവിൻ്റെ നാമത്തിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞത് ഇങ്ങനെയാ, ആ കള്ളൻ ക്രൂശിൽ വെച്ച് അവസാന നിമിഷമല്ലേ രക്ഷിക്കപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിക്കോളാം. ഞാൻ പറഞ്ഞു, അപ്പച്ച അത് പഴയ നിയമവിശ്വാസിയാ. പുതിയ നിയമവിശ്വാസിക്ക് ക്രൂശിൽ കയറാൻ നേരമോ മരിക്കാൻ നേരമോ രക്ഷപ്പെടാൻ സമയമില്ല. കാരണം അതിനു മുമ്പായിട്ട് ദൈവം രക്ഷ ഇവിടെ തന്നിട്ടുണ്ട്. കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്, അവസാന തുള്ളി രക്തം പോലും തന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഓർമ്മയുണ്ടോ അപ്പച്ച? അതിനു വേണ്ടിയാണ് നമ്മുടെ പാപങ്ങൾ പോക്കി നമ്മെ രക്ഷിച്ച്, മാത്രമല്ല നമ്മെ ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിപ്പിച്ച് ഓരോ ദിവസവും കൃപയിൽ നിന്ന് കൃപയിലേക്ക് വളർത്തി, ഓരോ ദിവസം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർത്തി വിശുദ്ധനായ കർത്താവ്
വരുമ്പോൾ വിശുദ്ധിയോടുകൂടി ഇരിക്കുന്ന മക്കളെ ചേർക്കുവാനായി കർത്താവ് വരാൻ പോകുന്നു. അതിൻ്റെ സമയം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കാത്തവർ, അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ പോകുന്നവർ, ഒരു സമയത്ത് നിമിഷ നേരം കൊണ്ട് ഇവിടെ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ജീവനോടിരിക്കുമ്പോൾ മാത്രമേ യേശുവിന് വേണ്ടി ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. നാം ജീവനോടായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ പഠിക്കുവാനും അത് അനുസരിച്ച് ജീവിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു അവസാന നിമിഷം ഒരിക്കൽ കൂടി ഇവിടെ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, പ്രിയമുള്ളവരെ, വളരെ സ്നേഹത്തോടെ പറയുകയാണ്, കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. ആ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഒരുക്കണം? നമ്മൾ ഒരുങ്ങിയിരിക്കണം. അനേക വാക്യങ്ങളുണ്ട്, സമയക്കുറവിൽ ഞാൻ നിർത്തുകയാണ്. വാക്യങ്ങൾ ഇങ്ങനെയാണ്: നമ്മൾ ഒരുങ്ങിയിരിക്കുക, ഒന്ന് ഉണർന്നിരിക്കുക, രണ്ട് ഒരുങ്ങിയിരിക്കുക, ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ഒരുക്കത്തോടായിരിക്കുക. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണയുള്ളവരായി 10 കന്യകമാരുണ്ടായിരുന്നു. അവരും കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നവരാണ്. പക്ഷെ മണവാളൻ വന്നപ്പോൾ അവരുടെ 5 പേരുടെ എണ്ണ തീർന്നുപോയി. മറ്റ് 5 പേർ എണ്ണയോടെ കരുതിയിരുന്നു. എന്താണ് എണ്ണ എന്ന് പറയുന്നത്? ദേവദാസന്മാർ പറയുന്നത് എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അവർ ഉറക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് പോയി. 5 പേർ അവരുടെ എണ്ണ തീർന്നു പോയി. അവർ എണ്ണയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ മണവാളൻ വന്ന് കാത്തിരുന്ന എണ്ണയുമായിരുന്നു 5 പേരെ എടുത്തുകൊണ്ട് പോകാൻ എടുക്കപ്പെടുവാൻ ഇടയാക്കി. പ്രിയമുള്ളവരെ, ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, കർത്താവേ, എൻ്റെ ചർച്ചിൽ 100 പേരുണ്ടെങ്കിൽ 50 പേരെ എടുക്കപ്പെടത്തുള്ളൂ. എൻ്റെ ഫാമിലിയിൽ 10 പേരുണ്ടെങ്കിൽ 20 പേരുണ്ടെങ്കിൽ 10 പേരെ എടുക്കപ്പെടത്തുള്ളൂ. ഞാൻ എൻ്റെ സഹോദരങ്ങളിൽ 5-10 പേരുണ്ടെങ്കിൽ 5 പേരെ എടുക്കപ്പെടത്തുള്ളൂ. ഞാൻ കർത്താവിനോട് ചോദിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. നമ്മുടെ ചർച്ചിൽ 500 പേരുണ്ടെങ്കിൽ 500 പേർ നിത്യയിൽ കാണണം. നമ്മളിവിടെ കാണുന്നത് പോലെ നിത്യയിൽ കാണുവാൻ വേണ്ടി നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്, നമുക്കൊരു കാത്തിരിപ്പ് ആവശ്യമാണ്, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്. സത്യത്തിൽ ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഭ, ദൈവം കർത്താവ് വരുമ്പോൾ എപ്പോഴെന്ന് അറിയില്ല, ദൈവത്തെ തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഭവനത്തിലായാലും ചർച്ചയായാലും നടക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും എവിടെയായിരുന്നാലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ദൈവമക്കളെ എടുക്കുവാൻ വേണ്ടി കേൾക്കുവാൻ വേണ്ടി കർത്താവ് വരാൻ പോകുകയാണ്. ഇത് കർത്താവ് എനിക്ക് 2 വർഷം മുമ്പ് കർത്താവിനോട് പറഞ്ഞു, നീ വേറൊന്നും പ്രസംഗിക്കരുത്, നീ പ്രസംഗിക്കേണ്ടത് കർത്താവിൻ്റെ വരവിനെ പറ്റി മാത്രം മതി. ഞാൻ പറഞ്ഞു, കർത്താവെ, എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ ചെയ്യാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കൊറോണ സമയത്ത് അനേകം മാറ്റപ്പെട്ടു പോയി. ഇനി ഒരു കൊറോണയോ ഇതുപോലുള്ള ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ആരോടെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ദേഷ്യമോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് കുറവുകൾ കർത്താവെ ക്ഷമിക്കണമെന്ന് പറയുക. നമുക്കാർക്കെങ്കിലും എന്ന് ഞാനിപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്കാർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ഈർഷ്യയുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് പബ്ലിക്കായിട്ട് ചോദിക്കുകയാണ്. എനിക്കില്ലെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം. കാരണം ക്ഷമിക്കുവാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിത്യയിലെത്തുവാൻ സാധ്യമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് ചിലപ്പോൾ മടക്കി വിടും. ഒരിക്കൽ സ്റ്റീഫൻ ഉപദേശി ഇപ്രകാരം പറയുന്നുണ്ട്, അവരുടെ സഭയിൽപ്പെട്ട ഒരു അമ്മച്ചി ഇങ്ങനെ മരിച്ചിട്ട് നിത്യതയിലേക്ക് പോകുവാനിടയായി. പക്ഷെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, നല്ല വിശുദ്ധിയോടെ ജീവിച്ചൊരമ്മച്ചി. പക്ഷേ ആ അമ്മച്ചിയുടെ അനിയത്തിയുമായിട്ടൊരു ചെറിയ ഈർഷ്യയുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കയറ്റി വിട്ടില്ല. കർത്താവ് പറഞ്ഞു, ദൂതന്മാർ ചോദിച്ചു, എന്താണ് നീ ഇവിടെ ദൂതന്മാർ കടത്തി വിട്ടില്ല? കാരണം റെക്കോർഡ് നോക്കിയപ്പോൾ എന്തോ ഒരു ഈർഷ അവിടുത്തെ അനിയത്തിയുമായിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ഇവർ കിടന്ന് കരയുവാൻ തുടങ്ങി. കർത്താവ് ഇവരെന്നെ കയറ്റിവിടുന്നില്ല എന്ന് പറഞ്ഞു. കർത്താവ് വന്നിട്ട് പറഞ്ഞു, മക്കളെ, നിനക്കൊരു ചെറിയ കുഴപ്പമുണ്ട്. നിന്റെ സഹോദരിയോട് നീ നിരന്നിട്ടല്ല വന്നത്. യോ കർത്താവേ, എൻ്റെ മനസ്സിൽ ഒന്നുമില്ല, എനിക്ക് അവരോടൊന്നുമില്ല, നീ പോ, നിരന്നിട്ട് വരാൻ പറഞ്ഞു. ആ അമ്മച്ചി മടങ്ങി വന്നു, മരിച്ചില്ല. അമ്മച്ചി ജീവൻ പ്രാപിച്ച് ആ സഹോദരിയെ വിളിച്ചു. 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചു അവരുടെ വീട്ടിൽ. ആ അമ്മച്ചിയോട് നിരന്നു. സഹോദരിമാർ തമ്മിൽ നിരക്കണം. ഒരു പക്ഷേ അത് സത്യമാണ് എങ്കിൽ അവിടെ ചെല്ലുമ്പം നമുക്ക് ഈ അനുഭവം ഉണ്ടാകില്ല. സഹോദരന്മാർ തമ്മിൽ, ചർച്ചിലുള്ളവർ തമ്മിൽ, ഭവനത്തിലുള്ളവർ തമ്മിൽ, ജീവിതത്തിൽ കണ്ടുമുട്ടിയവർ തമ്മിൽ നിരക്കുന്നൊരനുഭവം, ഒരു നിരപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് വരുന്നതിന് മുമ്പേ ഒരു ക്ഷമയുടെ അനുഭവം ഉണ്ടാകണം. അന്യോന്യം ക്ഷമിക്കണം. അതാണ് സന്തോഷം. ആ ദൈവത്തിൻ്റെ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇന്ന് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെയല്ല. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ ദൈവത്തെ കാണും. കർത്താവിനെ കാണണമെന്നുണ്ടെങ്കിൽ, കർത്താവിനോടുകൂടി ചേരണമെന്നുണ്ടെങ്കിൽ ഒരു തീരുമാനത്തോടുകൂടി നമുക്ക് പോകാം. കർത്താവ് വരാൻ സമയമായി. പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ദാനമായി തന്ന നല്ല ദിവസത്തിനായി സ്തോത്രം. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയം ഞങ്ങളെ തന്നെ താഴ്ച സമർപ്പിക്കുന്ന കർത്താവേ, നിൻ്റെ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ.
ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ വിശുദ്ധരായിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ചർച്ചിനെ അനുഗ്രഹിക്കണം. ഇവിടെ വരുന്ന മക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്കുള്ള എല്ലാത്തിനെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.